ഹലോ എവ്രിബഡി, വെൽക്കം അഗെയിൻ ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഇസ് നിഷാദ്. ആളുകൾ എപ്പോഴും ഈ സ്പോക്കൺ ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിയെക്കുറിച്ച്, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് ഈ ഷുഡ് ഹാവ്, കുഡ് ഹാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ. ഇതൊക്കെ പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ, ഇതെങ്ങനെ സംസാരിക്കുക, ഇതിൻ്റെ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് ഈ കുഡ് ഹാവ്, അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക, അതിൻ്റെ കൃത്യമായിട്ടുള്ള മീനിങ് എന്താണ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്, അത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കുഡ് ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഐ കുഡ് ഹാവ് എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു തേർഡ് ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും. അതായത് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 3 ഫോമുണ്ട്: റൈറ്റ്, റോട്ട്, റിട്ടൺ. അല്ലെങ്കിൽ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 3 ഫോമുണ്ട്, അല്ലേ? ഡു, ഡിഡ്, ഡൺ. അപ്പോൾ ഇതിൽ ഡൺ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഫോം, അല്ലെങ്കിൽ എല്ലാ വേർബുകളുടെയും മൂന്നാമത്തെ ഫോമായിരിക്കും നമ്മൾ ഈ കുഡ് ഹാവ്, വുഡ് ഹാവും അല്ലെങ്കിൽ ഷുഡ് ഹാവ്, ഇതിനൊക്കെ ശേഷം നമ്മൾ അങ്ങനെ തന്നെയാണ് വെക്കുക. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം, ഇത് പഠിച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ ഷുഡ് ഹാവ്, വുഡ് ഹാവ്, കുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളെപ്പോഴും പിന്നീട് ഉപയോഗിക്കുന്നത് വേർബിൻ്റെ മൂന്നാമത്തെ ഫോമായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് കുഡ് ഹാവ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഐ കുഡ് ഹാവ് ഗോൺ ദെയർ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ കുഡ് ഹാവ് എന്നൊക്കെയുള്ളത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളങ്ങനെ നോർമലി ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ ഷോർട്ടാക്കിയിട്ട് കുഡ് ഹാവ് എന്നാണ് പറയാം. സോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ, ഐ കുഡ് ഹാവ് ഗോൺ ദെയർ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഐ കുഡ് ഹാവ് ഗോൺ ദെയർ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകാമായിരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണിക്കുന്നത് പാസ്റ്റിനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ നടക്കാൻ കഴിയാതെ പോയൊരു കാര്യം, അതായത് ഇപ്പോൾ എനിക്കവിടെ പോകാമായിരുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രസൻറ്റിൽ പറയാണ്, പാസ്റ്റിൽ മുൻപ് നിങ്ങൾക്ക് അവിടെ പോകാമായിരുന്നു, പക്ഷേ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു 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 ഖേദം അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് നിങ്ങളിപ്പോൾ പ്രകടിപ്പിക്കുകയാണ്. എപ്പോൾ? പ്രസൻറ്റിൽ. അപ്പോൾ നിങ്ങൾ പറയാണ് ഐ കുഡ് ഹാവ് ഗോൺ ദെയർ, എനിക്കവിടെ പോകാമായിരുന്നു, പക്ഷേ പോയിട്ടുണ്ടായിരുന്നില്ല. സംഭവിച്ചത് എന്താണ്? അതിൻ്റെ വിപരീതമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ പറയാണ് ഐ കുഡ് ഹാവ് ഗോൺ ദെയർ ബട്ട് ഐ ഡിഡ്ന്റ്. എനിക്കവിടെ പോകാമായിരുന്നു, പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ ഐ കുഡ് ഹാവ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കുഡ് എന്ന് വെച്ച് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഐ കുഡ് ഹാവ് ഗോൺ എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാൻ എന്ന് പറയുന്ന ഒരു വേർബിൻ്റെ പാസ്റ്റാണ് എന്ത്? കുഡ് എന്നുള്ളത്. അപ്പോൾ ഈ കുഡ് എന്ന് നമ്മൾ പറയുമ്പോൾ, ക്യാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്? കഴിയുക എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. അപ്പോൾ ഈ കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുക എന്നുള്ള ഒരു പോസിബിലിറ്റിനെയും കൂടി അവിടെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് അതിനെ വേണമെങ്കിൽ വേറൊരു അർത്ഥം കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. അതെന്താണ്? എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഒരു പോസിബിലിറ്റിനെയും കൂടി ചേർത്ത് പറയുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? കുഡ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എനിക്കവിടെ പോകാമായിരുന്നു എന്നോ, അല്ലെങ്കിൽ ഒന്നും കൂടി കൃത്യമായിട്ട് പറയാം, എനിക്കവിടെ പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തുവാണ് സംഭവിച്ചത്. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഇഫ് ഐ ഹാഡ് മോർ ടൈം. ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഇഫ് ഐ ഹാഡ് മോർ ടൈം. എന്താ അങ്ങനെ പറഞ്ഞാൽ? എനിക്കത് ചെയ്യാമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു. ആ ക്യാൻ എന്നുള്ള അല്ലെങ്കിൽ ആ കുഡ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് വെച്ചിട്ട് ഒരു കണ്ടീഷനും കൂടി നമ്മളവിടെ പറയുന്നുണ്ട്. ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഇഫ് ഐ ഹാഡ് മോർ ടൈം. എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ കൂടുതൽ സമയം ഉണ്ടായിരുന്നോ? കൂടുതൽ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത് പാസ്റ്റിൽ നടക്കാതെ പോയ ഒരു കാര്യത്തിൻ്റെ ഖേദപ്രകടനം നമ്മൾ പ്രസൻറ്റിൽ നടത്തുമ്പോഴാണ് കുഡ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുക. കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ. നമുക്ക് മറ്റ് 1-2 എക്സാമ്പിൾസും കൂടി നോക്കാം. ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് അസ് ബട്ട് ഷീ ഡിഡ്ന്റ്. ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് അസ് ബട്ട് ഷീ ഡിഡ്ന്റ്. അവൾക്ക് നമ്മളെ സഹായിക്കാമായിരുന്നു, പക്ഷേ അവൾ സഹായിച്ചില്ല. ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് അസ് ബട്ട് ഷീ ഡിഡ്ന്റ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ കുഡ്ന്റ് ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് യുവർ സപ്പോർട്ട്. ഈ സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ കുഡ് ഹാവ് എന്നല്ല പറഞ്ഞത്,
കുഡിൻറ്റ് ഹാവ് എന്നാണ്. അതായത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. ഐ കുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. അങ്ങനെ പറഞ്ഞെന്താ, എനിക്കത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. വിതൗട്ട് യുവർ സപ്പോർട്ട്, നിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഐ കുഡൻറ്റ് ഹാവ് ഡൺ ഇറ്റ് വിതൗട്ട് യുവർ സപ്പോർട്ട്. അപ്പോൾ അയാളുടെ സപ്പോർട്ടോടു കൂടി നമ്മളൊരു കാര്യം പാസ്റ്റിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റിലുള്ള ഒരു സ്പീക്കിംഗ് ആണെന്ത്, ഐ കുഡൻറ്റ് ഹാവ് ഡൺ ഇറ്റ് വിതൗട്ട് യുവർ ഹെൽപ്പ്. നിൻ്റെ സപ്പോർട്ടില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ആരോ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആരോ നമ്മളെ ആ അർത്ഥത്തിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നെഗറ്റീവായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ കുഡിൻറ്റ് ഹാവ്. ദേ കുഡിൻറ്റ് ഹാവ് സോൾവ്ഡ് ദ പ്രോബ്ലം ഓൺ ദെയർ ഓൺ. ദേ കുഡിൻറ്റ് ഹാവ് സോൾവ്ഡ് ദ പ്രോബ്ലം ഓൺ ദെയർ ഓൺ. ഇവിടെ നെഗറ്റീവാണ്. അവർക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലായിരുന്നു. എങ്ങനെ? അവരുടേതായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് സ്വയം ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ പാസ്റ്റിൽ നടക്കാതെ പോയി. ദേ കുഡിൻറ്റ് ഹാവ് സോൾവ്ഡ് ദ പ്രോബ്ലം ഓൺ ദെയർ ഓൺ. ഇനി വേറൊരു സെൻറ്റൻസ്, ഷീ കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഷീ കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. എന്താ അങ്ങനെ പറഞ്ഞാൽ, അവൾക്ക് നല്ലൊരു മ്യൂസീഷ്യനാകാൻ കഴിയുമായിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കുഡ് ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ബീൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞു എപ്പോഴും നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ബീനാണ് പറഞ്ഞിട്ടുള്ളത്. ബീൻ എന്നുള്ളതും എന്തുതന്നെയാണ്, ഒരു തേർഡ് ഫോം ഓഫ് ദ വേർബാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഈസ് ആർ ആം, അതിൻ്റെ പാസ്റ്റാണ് വാസ് വെയർ, അതിൻ്റെ തേർഡ് ഫോമാണ് എന്ത്, ബീൻ എന്നുള്ളത്. സോ ഷീ കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ആകാൻ കഴിയുമായിരുന്നു. ഇവിടെ ആവുക എന്നുള്ള ഒരർത്ഥത്തിലാണ് അവിടെ ബീൻ എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. യു അണ്ടർസ്റ്റാൻഡ്? സോ ഷീ കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. അവൾക്ക് നല്ലൊരു മ്യൂസീഷ്യൻ ആകാൻ കഴിയുമായിരുന്നു. പക്ഷേ അവൾ ആയിട്ടുണ്ടായിരുന്നോ? ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നത്. ഷീ കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. ഷീ കുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ വിത്ത് ഹെർ വേർഡ്സ്. ഷീ കുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ വിത്ത് ഹെർ വേർഡ്സ്. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ വാക്കുകൾ അവൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ വാക്കുകൾ ശ്രദ്ധിക്കാതെ ഉപയോഗിച്ചിട്ടുണ്ട് എപ്പോൾ, പാസ്റ്റിൽ. സോ അതിപ്പോൾ നമ്മൾ പറയാണ്, ഷീ കുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ വിത്ത് ഹെർ വേർഡ്സ്. അപ്പോൾ വാക്കുകളിൽ അവൾ ഒന്നും കൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നു അവൾക്ക്, പക്ഷേ അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് പാസ്റ്റിലെ നടക്കാതെ പോയ ഒരു കാര്യത്തിൻ്റെ പ്രസൻറ്റിലുള്ള ഒരു ഖേദപ്രകടനം, ഒരു റിഗ്രറ്റാണ് നമ്മൾ ഈ കുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. കുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നന്നായിട്ട് സ്പീക്കിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസാണ്. ട്രെയിനറുടെ കൂടെ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് ഭാഷ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പഠിക്കാം. ഏത് ലെവലിലുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. ഐ വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ ഗുഡ് ലെസൺ. ടിൽ ദെൻ, ബൈ ബൈ.